പ്രിയമുള്ളവരെ, വചനജ്വാല 1510 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 19 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ നമ്മൾ മിഷൻ ഞായറായി ആഘോഷിക്കുന്ന പൊൻസുദിനം കൂടെയാണ്. ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 34 അധ്യായം 9 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു, അനുഭവ സമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയും. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ രക്ഷകനിലാണ്. ദൈവഭയം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും ആണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ പിതാവിന്റെ മുൻപിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവൻ പോലെയാണ്. യഥാർത്ഥ ഭക്തി. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമില്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് 3 വിശുദ്ധരെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. രക്തസാക്ഷികളായ വടക്കേ അമേരിക്കയിലെ പ്രഥമ രക്തസാക്ഷി കൂടിയായ ഐസക് ജോക്സിനെയും രക്തസാക്ഷിയായ ഈശോയുടെ വൈദികനുമായിരുന്ന വിശുദ്ധ ജോൺ ദെ ബെപ്രാഫിനെയും
പാഷനിസ്റ്റ് സഭയുടെ സ്ഥാപകനായിരുന്ന ഫാദർ പോൾ ഫ്രാൻസിസ് എന്ന കുരിശിന്റെ വിശുദ്ധ പൗലോസിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ഇന്ന്. ഈ 3 വിശുദ്ധരെയും നാം ഇന്ന് അനുസ്മരിച്ചുകൊണ്ട് 3 പേരുടെയും രക്തസാക്ഷികളായ വിശുദ്ധ ഐസക് ജോക്സിന്റെയും വിശുദ്ധ ജോൺ ഡെ ബെപ്രോഫിന്റെയും കുരിശിന്റെ വിശുദ്ധ പൗലോസിന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.